റബ്ബില്ലാലമീനായ തമ്പുരാനെ നമ്മൾ എന്തേ കാണണേ? ഇത് നമ്മുടെ ചാക്കപ്പന്റെ മോളല്ലേ നിമ്മി? നാട്ടുകാരുടെ വായിന്ന് കേട്ട് അന്തം വിടാണ്ട് നേരിട്ട് കണ്ട് അന്തം വിട്ടോട്ടെ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വാഴക്കണമില്ലാക്ക എന്ത് തീരുമാനിച്ചിട്ടാ? തീരുമാനിച്ചു, എവളെ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതത്ര എളുപ്പം നടക്കണ കാര്യമാണെന്ന് തോന്നണ്ട എനിക്ക്. ലഹളയും ഭൂകമ്പവും ഒറ്റ ദിവസം ഉണ്ടാവും. ആദ്യം നിങ്ങളുടെ കുടുംബക്കാര് തമ്മിലുള്ള ബയക്ക് തീർക്കാൻ നോക്ക്. ബയക്ക് തീരണമെങ്കിൽ കെട്ട് നടക്കണമെങ്കിൽ ബയക്ക് തീരണോടെ ഭയ. വഴക്ക് തീരണമെങ്കിൽ മുല്ലാക്ക വിചാരിക്കണം. ആ എന്റെ പൊന്നു മുല്ലാക്കയല്ലേ, എന്റെ വിഷമം നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പറയണേ നേരാണ്. കുറച്ചു കാലമായി ഞമ്മളും വിചാരിക്കണേ ഈ ബയക്ക് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന്. പണ്ട് ഞമ്മളൊന്ന് ശ്രമിച്ചാണ്. MLA ബിഹാരി അച്ഛനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ കിഴപ്പെടുത്തി. പക്ഷേ എങ്കിൽ നടന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ടെന്ന്. ഞമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾ പടച്ചോനോട് തേട്. ഞമ്മടെ കരയില് നിങ്ങൾ രണ്ട് പ്രമാണിമാരായ കുടുംബക്കാര് തമ്മിൽ ഇങ്ങനെ ബയക്കും പക്കാനായിട്ട് കഴിയണത് ഈ കരക്കാർക്ക് എന്നെ പെരുത്തി നാണക്കേടാണ്. ഞമ്മള് വളരുന്നതിനൊപ്പം നമ്മുടെ നാടും വളരണ്ടേ? അതുമല്ല, ഈ പാപ്പു പൂത്തനാരും ചാക്കപ്പനും പഴയ ചങ്ങാതിമാരും ഒരേ ജാതിക്കാരും. അതിനിപ്പോ ഞങ്ങൾ എന്നാ ചെയ്യണമെന്നാ മുല്ലാക്ക പറയുന്നേ? ഇങ്ങളല്ല കുഴപ്പമുണ്ടാക്കണേന്ന് ഞമ്മക്ക് പെരുത്തറിയാപ്പാ. എന്നാലും രണ്ടു കൂട്ടരും തമ്മിലുള്ള ബയക്കും പിണക്കും ഒക്കെ പറഞ്ഞു തീർത്ത് പഴയ ചങ്ങാതിമാരെ പോലെ കഴിയണതാണ് ഈ നാടിന് നല്ലത്. മുല്ലാക്ക പറയുന്നതിലും കാര്യമുണ്ട്. രണ്ടു കൂട്ടരും ചേരുന്നതാ നല്ലത്. പക്ഷേ ചേരുവെന്നാ, ചേർന്നാൽ ഈ ഇടവയ്ക്ക് തന്നെ അതൊരു അഭിമാനം. അച്ഛൻ എന്നെ വർത്താനായി പറയുന്നേ? നമ്മളോട് തന്തയിലേരി കാണിച്ചവരോട് ഇനിയും കൂട്ടുകൂടാനോ? അതെന്തായാലും വേണ്ട. മുല്ലാക്കയ്ക്ക് അറിയാലോ അവരപ്പച്ചനോട് ചെയ്ത കൊടും ചതിയൊക്കെ. അതൊന്നും അറിയാഞ്ഞിട്ടല്ലാന്ന്. എന്നാലും ജീവിതകാലം മുഴുവനും ഇങ്ങനെ ശത്രുക്കളായിട്ട് കഴിയാനൊക്കോ? പിന്നെ മിത്രങ്ങളായിട്ട് കഴിയാനൊക്കോ? ഒക്കും, ഒക്കണം. ഈ നാടിന്റെ സമാധാനത്തിനായിട്ട് ആദ്യം ഞമ്മള് തുനിഞ്ഞിറങ്ങണം. ചാക്കപ്പനെ കൊണ്ട് ഞമ്മള് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ചാക്കപ്പന്റെ അടുത്ത് സമര സംഭാഷണത്തിന് പോയിട്ട് നാണം കെട്ട് പോരാതെ ചേർന്ന് പോയാ കൊള്ളാം. എന്തായാലും എനിക്കും എന്തോണിക്കും ഉടനെ തളിപ്പറമ്പിന് പോയേ പറ്റൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിയുമ്പങ്ങളെ. അടുത്ത വട്ടം തളിപ്പറമ്പിന്ന് വരുമ്പോ ഈ പാപ്പു മൂത്തനാരും ചാക്കപ്പനും തോളോട് തോള് ചേർന്ന് പഴയ ശങ്ങാതിമാനെ പോലെ നടക്കണത് നിങ്ങൾക്ക് കാണാ. ഇൻഷാ അല്ലാ. മൊല്ലാക്ക പറയണേ. വാശിയും വൈരാഗ്യവും പാപ്പുവിന് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. തളിപ്പറമ്പിൽ അവന്റെ പെങ്ങള അണ്ടിമറിയത്തിന്റെ മകൻ ഒരു ഗുണ്ടയുണ്ടല്ലോ, എന്നാണ് അവന്റെ പേര്? അന്തോണി. അന്തോണി അവനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ പുളിമൂട്ടിലെ ഷാപ്പ് തല്ലി തകർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് എനിക്ക് നഷ്ടം വന്നത്. പിന്നെ അവന്റെ തള്ളയുണ്ടല്ലോ, ഒരു മറ്റേടത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് രാവിലെ കുരിശുപള്ളി കവലയെ വെച്ച് അവൾ എന്നെ പിടിച്ചു നിർത്തി എന്തൊക്കെയാ വിളിച്ചു കൂവിയെന്നറിയാമോ? എനിക്കവിടെ കൊരനാക്ക് വിളിച്ചറിയാൻ മേലായിട്ടല്ല. പിന്നെ ഞാൻ കർത്താവിനോർത്തങ്ങ് ക്ഷമിച്ചു. കുടുംബം മുഴുവൻ ഗുണ്ടായിസായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? എന്നാ ഗുണ്ടായസം കൊണ്ടുവരെ നോക്കാം. എന്താ പാറേ പാപ്പുനെന്താ പെട്ടെന്ന് ഞങ്ങളോടൊരു സ്നേഹം? അല്ലാ, ഞമ്മള് സ്വന്തം ഇഷ്ടത്താലെ വന്നാണപ്പാ. നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണം എനിക്ക് പാപ്പു പൂത്തനാരായിട്ട് സംസാരിക്കാൻ. ദേ, ഞമ്മള് പറഞ്ഞില്ലേ, ഈ നാട്ടിലെ രണ്ട് പ്രമാണികൾ തമ്മില് വെറുതെ തമ്മി തല്ലിക്കൂടാന്ന്. ഞങ്ങള് സമ്മതിച്ചാൽ തന്നെ അവന്മാര് സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ കാര്യം ഞമ്മൾ ഏറ്റൂന്ന് പറഞ്ഞില്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിന് ഞമ്മളൊക്കെ ശത്ത് കെട്ട് പോകാനുള്ളവരല്ലേ. മയ്യത്താവുമ്പോ മനസ്സന്മാര് മനസമാധാനത്തോടെ പോണം. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മൊല്ലാക്ക വന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് തട്ടിക്കളഞ്ഞൊന്നും വേണ്ട. അല്ലടാ കുര്യ? എല്ലാം ചേട്ടായുടെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ തമ്മില് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലല്ലോ. പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവനല്ല ഈ ചാക്കപ്പൻ. പാപ്പുവിന് സമ്മതമാണെങ്കിൽ എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഞാൻ ഒരുക്കുക. അൽഹംദുലില്ലാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ സത്യക്രിസ്ത്യാനിയായി ജീവിക്കുന്നേ? പഠിച്ചോനെ, ഞമ്മൾ എന്തേ കേക്കണത്? മതി, ഞമ്മക്ക് പെരുത്തു സന്തോഷായി. ഞമ്മൾ ഇപ്പൊ തന്നെ മൂത്താനരെ കാണാൻ പോയിന്. ഇത് അമ്പഴങ്ങ, നാരങ്ങ, ഇടിച്ചമ്മന്തി, വറ്റലുമുളക്. ഇതൊന്നാം തരം ചെമ്മീൻ അച്ചാറാ. അന്തോണിക്ക് വലിയ ഇഷ്ടമല്ലയോ? അവനിതെല്ലാം കൂടെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. എന്നതാ ഈ പാണ്ടക്കെട്ടൊക്കെ? ഇതെല്ലാം നിനക്കുള്ള സ്പെഷ്യലാന്ന് പറയായിരുന്നു. റീജ എവിടെ? അവള് റീജ, നീ എന്നതാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞങ്ങള് പോവാൻ തുടങ്ങ. ഓ, നീ ഇപ്പോഴും ആ കിഴങ്ങന്റെ കാര്യം ആലോചിച്ചോണ്ട് നിൽക്കുവന്നു. എടി, പ്രേമിക്കുന്നെങ്കിൽ നട്ടലുള്ളവനെ പ്രേമിക്കണം. കഴിഞ്ഞല്ല മറന്നേക്ക്. കരയാതട. ദേ, അമ്മച്ചി ഇച്ചാച്ചനൊക്കെ വന്ന് കണ്ടാ കുഴപ്പമാവും. തൽക്കാലം ഇക്കാര്യം നീ ഞാൻ മാത്രം അറിഞ്ഞാ മതി. വാ, പെട്ടിയൊക്കെ എടുക്ക്. നിന്നെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റുകയില്ല. നീ പോരുകയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഇങ്ങോട്ട് പാടി. അച്ചപ്പം വല്യമ്മച്ചി വക അവിടെ. ഇച്ചാച്ചന്റെ അച്ചാറ് അതിവിടെ. ആശാന്റെ തട്ടുമുട്ട് സാധനം.
എന്നതാണ് ആങ്ങളെ പെങ്ങളെ കൂടെ രഹസ്യം പറച്ചില്? എന്നെ പാരവയ്ക്കുന്ന കാര്യമല്ലോ. എന്റെ അമ്മേ, പാപ്പു മൂത്തനാർക്കിട്ട് പാരപണിയാൻ സാക്ഷാൽ പാരേശ്വരം വന്നാ പോലും നടക്കുകയല്ല. പാറയല്ലേ, കരിമ്പാറ. അല്ല ഇതെന്നതാ, ഇവിടെ എവിടെ പോവാ? ആ, ഇവിടെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ. ഒരാഴ്ച അവിടെ വന്ന് നിൽക്കട്ടെ. ഇവക്ക് പരീക്ഷ അല്ലയോ? ഞാൻ ഫ്രീ അല്ലേ, എന്നെ കൊണ്ടുവരുന്നു. അയ്യടാ, നിന്നെ കൊണ്ടുപോയാച്ചാലും മതി. പഠിത്തമൊക്കെ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെ. കുഞ്ചറോദേ, ആ? ഇതിനകത്തെന്തോ ഗൂഢാലോചന ഉണ്ടല്ലോ. ആ, ആ, ആ. എന്റെ മാതാവേ. അതെ അമ്മച്ചിയെ, ഓ ഇപ്പൊ പുറപ്പെട്ടാലേ പാതിരായ്ക്കെങ്കിലും അങ്ങ് എത്തും. വണ്ടിയിലോട്ട് കയറാൻ ആ, നോക്ക്. അത് നേരെ. ആ, ആശോ എന്നാ. ഓഹോ, എന്നതാ ആശാനെ ഗ്രൈൻഡറോ? വല്യാങ്ങളെ പോയിച്ചു ആ, വരാം. ഇതങ്ങോട്ട് വെക്ക്. എടാ നീ അങ്ങോട്ട് വരണേ. ചേട്ടത്തി ഇടയ്ക്ക് വരണേ. ആ ആ അങ്ങോട്ട് നീങ്ങി മോളെ. ചാച്ചു. വല്യാങ്ങളെ അറേ മൂത്താനാരെ? മൂത്താനാരെ? ആ, നിങ്ങൾ ഇവിടെ ഇരിക്കണ? പെങ്ങളും തോണിയും അവര് തളിപ്പറമ്പിന് പോയി. പോയാ? ഞമ്മള് വരാൻ ഇത്തിരി വൈകിയപ്പാ. അപ്പേ ഞമ്മളൊരു സന്തോഷ വർത്താനം അറിയിക്കാൻ വേണ്ടി വന്നാണ്. എന്നതാ? ആ, നിങ്ങള് വരി, ഒരു കാര്യം നമ്മൾ കാണിച്ചു തരാം. ഞങ്ങട് നോക്കിയേ. വാ. ചാക്കപ്പ, കുരിച്ച, പാപ്പു, പടച്ചോനെ, നമ്മൾ എന്താ ഈ കാണുന്നത്? വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ചെങ്ങാതിമാര് ഒന്നിച്ചു കൂടിയത് കണ്ടപ്പോ നമുക്ക് പെരുത്ത് സന്തോഷായി. തവക്കൽ തുലമാഹു, ബാക്കി എല്ലാം പടച്ചോനെ ഏൽപ്പിക്കാം. പാടില്ല, ഒരിക്കലും പാടില്ല. ചേരാൻ പാടില്ലാത്തവർ തമ്മിൽ ചേർന്നാൽ നമുക്കാ നഷ്ടം. ചാക്കപ്പനും പാപ്പവും യോജിച്ചാൽ നിറമ്പുഴക്കവലയിൽ മുടങ്ങിക്കിടക്കുന്ന കുരിശുപള്ളിയുടെ പണി വീണ്ടും തുടങ്ങും. അവിടുത്തെ നമ്മുടെ ബാറ് പൂട്ടേണ്ടതായി വരും, അല്ലേ ഉഴവൂരാനെ? അതെ, എന്തു വന്നാലും പാപ്പവും ചാക്കപ്പനും തമ്മിൽ ചേർന്ന് പോകാൻ ഇടവരരുത്. അവരെ തമ്മിൽ അകറ്റണം. അകന്നില്ലെങ്കിൽ അറുത്തു മാറ്റണം. നന്നായി, ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്തായാലും നന്നായി. എല്ലാം തമ്പുരാൻ കർത്താവിന്റെ അനുഗ്രഹം. ഇനി പിതാവിന്റെ അനുഗ്രഹം കൂടി ഉണ്ടായാൽ ഈ രൂപതയിൽ ഏറ്റവും നല്ല ഇടവക എന്റെ ആയിരിക്കും. മെത്രാൻ തിരുമേനി, നിങ്ങളുടെ ബൈബിളിലും ഞമ്മടെ ഖുറാനിലും സ്നേഹിച്ച് കയ്യനോടാണ് മനുഷ്യരെന്നാണ് പഠിപ്പിക്കണത്. ദുനിയാവിന്റെ ഈ കൊച്ചു മൂലയില് ഞങ്ങള് മനുഷ്യന്മാരായിട്ട് കയ്യും ഭാഷയും വൈരാഗ്യവും കൊണ്ട് കൊല്ലും കൊലയായിട്ട് കിടക്കുന്ന ഇബിലീസുകൾ അത് കണ്ട് നാണിക്കട്ടെ. ഓർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇതൊന്ന് ആഘോഷിക്കും ഞമ്മടെ ബായ്സൺ ക്ലബില്. അയ്യോ പാപ്പു,
എന്റെ കുഞ്ഞുമോനെ വേണ്ട, കൊണ്ടുപോണ്ട മോനെ. അസ്ഥിരമല്ലോ ഭുവനവുമിതിലേ